ദാണ്ടെ ഞാൻ 10 മണി നട്ടിട്ടില്ലായിരുന്നോ, അതുകൊണ്ട് ഇങ്ങനെ റൗണ്ട് നട്ടില്ല, അതിനൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അന്ന് ഞാൻ നട്ടതാണ് ഇത്. ഇങ്ങനെ റൗണ്ടിന് മണ്ണെടുത്ത് ഒരുക്കിയിട്ടിട്ട് നമ്മൾ നട്ടതാണ്. അതിനകത്തെല്ലാം മിക്സിങ് ആയിട്ട് നമ്മൾ നട്ടേക്കുന്നത്. പക്ഷേ പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ നിത്യകല്യാണി നമ്മളെപ്പോഴും കാണിച്ചിട്ടുള്ളത്. പിന്നെ നിത്യകല്യാണിയിൽ വേറൊരു കളറും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 7ാമത്തെ കളറാണ് എനിക്കിത് കിട്ടിയേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇത് ഞാൻ വേറൊരു കളർ കാണിക്കാം. ഈ ഒരു കളറുണ്ടല്ലോ, നമ്മൾ കണ്ടേ ഈ ഒരു കളറുണ്ടല്ലോ, ഈ കളറും ഈ കളറും കൂടെ നോക്കിയേ, വ്യത്യാസം ഉണ്ടോ നോക്കിയേ. നിങ്ങൾ പറയണേ, കമൻറ്റ് പറയണേ. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നെങ്കിലും പക്ഷേ ഇത് ഇച്ചിരി ഡാർക്കാണ്. പക്ഷേ ഇത് ഇച്ചിരി അതിനേക്കാൾ കുറഞ്ഞ കളറാണിത്. കണ്ടോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷേ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപോലെ ഇരിക്കും, പക്ഷേ വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി നല്ല ഡാർക്ക് കളറാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് 10 മണി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടേ നമ്മുടെ ഒരു പിച്ചി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പിച്ചി ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് നട്ടതായിരുന്നു. അത് കണ്ട ശംഖുപുഷ്പത്തിൻ്റെ കീഴിലായിരുന്നു കൊണ്ട് നട്ടിരുന്നത്. അതിപ്പോൾ ഞാനിവിടെ ഒരു വള്ളി ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഞാൻ പിന്നെ പിച്ചി കയറ്റി വിട്ടിട്ടുണ്ട്. അന്നേരം പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചെടി ഞാൻ ചീനിക്കമ്പാണ് ഞാൻ എടുത്ത് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് സൈഡിലൊക്കെ നിന്ന് ഇലകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്ട് ഇത് വേറൊരു ഇലച്ചെടിയാണ്. അപ്പം ഞാൻ അന്നില്ല കുപ്പിയിൽ വെച്ച ചെടിയാണ് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ നട്ടത്. ആ പാത്രത്തിൽ നട്ടപ്പം വേറെ വിത്തുകളൊക്കെ നല്ലോണം പൊട്ടി അതിനകത്തുനിന്ന് ഞാനൊരു വിത്തെടുത്ത് നട്ടു. പിന്നെ നമ്മുടെ ഒരു ചേമ്പലച്ചെടിയാണിത്. കണ്ടോ, അതിൻ്റെ ആ കളറ് കണ്ടോ, ഇത് കണ്ടോ, നല്ല ഭംഗിയിലുണ്ട്. അതിന് നടുക്ക് ആ ഒരു നല്ല കളറ് ഇത് കണ്ടോ. ഇതെല്ലാം നമ്മൾ അങ്ങനെ നട്ടതാണ്. പിന്നെ നമ്മുടെ ചേമ്പലച്ചെടിയൊക്കെ നല്ല രീതിയിൽ ഇതെല്ലാം എനിക്ക് അയ്യങ്ങളിൽ നിന്ന് കിട്ടിയത് ഞാൻ കൊണ്ട് നട്ടേ. പറയുമോ, അത് നല്ല ഒരു നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പോലെ നമ്മുടെ ചേമ്പലച്ചെടിയൊക്കെ നല്ല ഉഷായിട്ട് വളരുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് വലുതായിട്ട് വരുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇല കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതിങ്ങനെ നേരെ അങ്ങ് നിന്നുള്ളൂ, പടർന്നു പോകത്തില്ല. അങ്ങനെ ഞാൻ വേറെ അങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റ.